ചില നടികളുടെ ജീവിതം തീച്ചൂളയിലൂടെ കടന്നു പോകും. തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അവർ എങ്ങനെ അതിനെ നേരിടും എന്നത് അനുസരിച്ചായിരിക്കും അവരുടെ ജീവിത വിജയവും ജീവിത പരാജയവും. വിജയശ്രീയും ശോഭയും ഒക്കെ അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ അതിനപ്പുറം ജീവിതത്തെ ധൈര്യപൂർവം സമീപിച്ച നടികളുണ്ട്. അതിൽ ഒരാളാണ് അർച്ചന സുശീലൻ. അർച്ചന സുശീലൻ ഒരു കാലത്ത് മിനി സ്ക്രീനുകളിൽ ഗ്ലോറിയായിരുന്നു. എൻ്റെ മാനസപുത്രി എന്ന സീരിയൽ അർച്ചനയ്ക്ക് നൽകിയ ഹൈപ്പ് ചെറുതല്ല. അതിലെ ഗ്ലോറി എന്ന വില്ലത്തിയായ കഥാപാത്രം കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരിയായി മാറിയത് അർച്ചന സുശീലൻ്റെ അഭിനയ വൈഭവം കൊണ്ടാണ്. അക്കാലത്ത് നിരവധി സീരിയലുകളിൽ അവർ അഭിനയിച്ചു. അർച്ചന ജനിച്ചതും വളർന്നതും ഡൽഹിയിൽ. റേഡിയോ ജോക്കിയായി തുടക്കം. പിന്നീട് മലയാള സീരിയലുകളിലൂടെ പ്രശസ്തിയുടെ ഉന്നതിയിൽ എത്തി. പ്രശസ്തിയുടെ പരമോന്നതിയിൽ നിൽക്കവേ അർച്ചനയുടെ നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. അർച്ചന പൂർണ്ണ നഗ്നയായി ഉറങ്ങുന്ന അല്ലെങ്കിൽ പകുതി മയക്കത്തിൽ കിടക്കുന്ന ചിത്രങ്ങളാണ് പ്രചരിക്കപ്പെട്ടത്. അർച്ചന സുശീലിനെ സംബന്ധിച്ചിടത്തോളം ആ കാലം ഒരു തീച്ചൂളയിലൂടെ കടന്നുപോയ കാലമായിരുന്നു. താൻ അറിയാതെ തൻ്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് അർച്ചന നിസ്സഹായിയായി നോക്കിയിരുന്നു. അതേക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ആദ്യമൊന്നും അർച്ചന മറുപടി നൽകിയില്ല. തൻ്റെ നഗ്നചിത്രങ്ങൾ പ്രചരിക്കപ്പെടുന്നതിനെക്കുറിച്ച് പോലീസിൽ പരാതി നൽകാനോ അതിനെ നിയമപരമായി നേരിടാനോ ഒന്നും അർച്ചന തയ്യാറായില്ല. അവർ നിശബ്ദയായി ഇരുന്നു. വർഷങ്ങൾക്ക് ശേഷം വെള്ളിനക്ഷത്രം സിനിമാ വാരികയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ തൻ്റെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടതിന് പിന്നിലെ രഹസ്യം പറഞ്ഞു. വിദേശത്ത് വെച്ച് ഒരു സ്ത്രീ അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. ആ സ്ത്രീ തന്ന ജ്യൂസ് താൻ കഴിച്ചു. ജ്യൂസ് കഴിച്ചപ്പോൾ തനിക്ക് തല മരവിക്കുന്നത് പോലെ തോന്നി. താൻ കിടന്നു. ഉണർന്നപ്പോൾ താൻ നഗ്നയായിരുന്നു. തൻ്റെ നഗ്ന ശരീരം പകർത്തിയിരുന്നു ആ സ്ത്രീ. ആരോ പറഞ്ഞു വിട്ടത് അനുസരിച്ചാണ് ആ സ്ത്രീ പ്രവർത്തിച്ചത്. അത് പിന്നീട് പ്രചരിക്കുകയായിരുന്നു. ഇതായിരുന്നു അർച്ചന സുശീലൻ തൻ്റെ നഗ്നചിത്രം പ്രചരിച്ചതിനെ പറ്റി പറഞ്ഞ വാക്കുകൾ. ആ വാക്കുകൾ വിശ്വസിക്കാം. കാരണം അർച്ചന സുശീലൻ എപ്പോഴും ബോൾഡായിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് ഭാവിയിൽ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ അർച്ചന സുശീലിനെ ലാക്കാക്കി സൈബർ അറ്റാക്കുകൾ ഉണ്ടായി. അതിലൊന്നും അവർ കുലുങ്ങിയില്ല. കാരണം തൻ്റെ പരിപൂർണ നഗ്നചിത്രം പ്രചരിക്കപ്പെട്ടപ്പോൾ കുലുങ്ങിയില്ല. പിന്നെയല്ലേ സൈബർ അറ്റാക്ക്. അർച്ചന വിവാഹം കഴിച്ചത് മനോജ് യാദവ് എന്ന ബിസിനസ്സുകാരനെ. അവർ ബിസിനസ്സിലും ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരത്ത് ഗ്ലോറീസ് എന്ന തുണിക്കട ഇട്ടിരുന്നു. ബുള്ളറ്റ് ഓടിക്കാൻ എക്സ്പെർട്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ട സൗന്ദര്യവും അഭിനയശേഷിയും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ മുഖം കാണിക്കാൻ മാത്രമായിരുന്നു അവരുടെ വിധി. തൊലൈപ്പേച്ചി എന്ന തമിഴ് ചിത്രത്തിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. അർച്ചനയ്ക്ക് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു. അർച്ചന ഹാപ്പിയാണ്. അർച്ചനയെ തകർക്കാൻ ശ്രമിച്ചവർ
സ്വയം ജാള്യതയോടെ പിൻവാങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഭർത്താവും കുടുംബവുമൊത്ത് നല്ല ജീവിതം നയിക്കുന്ന അർച്ചനയ്ക്ക് സിനിമാ കേരളയുടെ ബിഗ് സല്യൂട്ട്.